Hi friends, today we discuss about provision for depreciation. Sometimes the depreciation charge is credited to provision for depreciation account, also called depreciation fund or accumulated depreciation, and not to the asset directly. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില ടൈമിൽ ഡിപ്രീസിയേഷൻ ചാർജ് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ എന്താ പറയുക പ്രൊവിഷനായിട്ട് ഈ ക്രെഡിറ്റ് ആവും അപ്പോൾ ഡയറക്റ്റ് അസറ്റിലേക്ക് അല്ലാതെയാണ് ക്രെഡിറ്റ് ആവുക. അടുത്തത് വരുന്നത് ട്രീറ്റ്മെൻറ്റ്സ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടാണ്. അതിൽ ഫസ്റ്റ് പറഞ്ഞാൽ ദ കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ ഷുഡ് ബി ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് സ്റ്റേറ്റ്മെൻറ്റ് of profit and loss account attached to provision for depreciation. The total provision of the depreciation should be deducted from the original cost of the asset in the notes to the account to be shown under the head of non-current asset in the balance sheet. അതായത് ഈ കൊല്ലത്തെ ഡിപ്രീസിയേഷന് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എന്തായാലും ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റസ്റ്റ് ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. അടുത്ത പോയിൻ്റ് പറഞ്ഞാൽ നമ്മളെ പ്രൊവിഷൻ്റെ ഡിപ്രീസിയേഷന് അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റിന് എന്താ പറയുക ഡിറ്റക്റ്റ് ചെയ്യണം. എന്നിട്ട് അത് എന്താ പറയുക ബാലൻസ് ഷീറ്റിൻ്റെ നോൺ കറൻറ്റ് അസറ്റിൽ കാണിക്കുകയും ചെയ്യണം. വെൻ ദ എമൗണ്ട് ഡ്യൂ ഫ്രം ദ ഡെപ്റ്റേഴ്സ് it found irrecoverable, it is called bad debts. In short, irrecoverable debt is also known as the bad debt. It is a loss to the business. The adjustment entry is as follows: bad debt account attached to sundry debtors. ഇപ്പോൾ ബാഡ് ഡെപ്റ്റ് പറഞ്ഞാൽ ഡെപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് റിക്കവർ, അതായത് വീണ്ടെടുക്കാൻ പറ്റാത്ത ഡെപ്റ്റേഴ്സാണ് ബാഡ് ഡെപ്റ്റ്. അപ്പോൾ ഇത് എന്താ പറയുക ബിസിനസ്സിൻ്റെ ഒരു ലോസ് ആയിട്ടാണ് കണക്ക് കൂട്ടുക. അതിൽ വരുന്ന എൻട്രീസാണ് ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് അറ്റached ടു സൺട്രി ഡെപ്റ്റേഴ്സ്. അതിൽ ബാഡ് ഡെപ്റ്റിൽ രണ്ടാമത്തെ പോയിൻ്റാണ് ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഈസ് ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിങ് ടു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അതിൽ എന്താ പറയുക സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെപ്റ്റേഴ്സ് ടു bad debt account. If some amount is recovered from the bad debt already written off, it is called bad debt recovered. Bad debt recovered is a gain. It always appears in the trade balance. It shows under the other incomes to be shown in the statement of profit and loss. ഈ പോയിന്റിൽ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ എന്താ പറയുക നമ്മൾ ഓൾറെഡി റിട്ടേൺ ഓഫ് ചെയ്താൽ എന്താ പറയുക ബാഡ് ഡെപ്റ്റിൽ നിന്ന് കുറച്ച് എമൗണ്ട് റിക്കവർ ചെയ്താൽ അതിനെന്താ പറയുക ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് എന്ന് പറയാം. പിന്നെ അതിൻ്റെ എന്താ പറയുക അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിക്കേണ്ട, അത് എന്താ പറയുക അതർ ഇൻകത്തിൻ്റെ അണ്ടറിൽ കാണിച്ചാൽ മതി. അടുത്തത് നമ്മൾ എന്താ പറയുക നോക്കാൻ പോകുന്നത് ബാഡ് ഡെപ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് ഇൻ ഫൈനൽ അക്കൗണ്ടാണ്. അതിൽ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ വെൻ ബാഡ് debt is given in the trial balance. അതാണ് ഫസ്റ്റ് കേസ്. അതിൽ ഇൻ ദ കേസ് നോ അഡ്ജസ്റ്റിംഗ് എൻട്രി ഈസ് നീഡഡ് ഇഫ് ഇറ്റ് ഷുഡ് ബി ടേക്കൺ അണ്ടർ ദ ഹെഡ് ഓഫ് അതർ എക്സ്പെൻസസ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദ ഡീറ്റെയിൽസ് ആർ ഷോൺ ഓൺ ദ നോട്ട്സ് ടു അക്കൗണ്ട്. അപ്പോൾ ഫസ്റ്റ് കേസിൽ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ട്രയൽ ബാലൻസിൽ ബാഡ് ഡെപ്റ്റ് നൽകുന്ന വരെ തരുമ്പോൾ എന്താ പറയുക ഈ കേസിൽ ആ ഒരു എന്താ പറയുക അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് വേണ്ട. അതിന് പകരം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു അതർ എക്സ്പെൻസസ് പറഞ്ഞ ഹെഡിങ്ങിൽ എന്താ പറയുക ഇത് എടുത്താൽ മതി. അതിൽ എന്താ പറയുക ബാഡ് ഡെപ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ അടുത്ത രണ്ടാമത്തെ കേസാണ് വെൻ ദ ബാഡ് ഡെപ്റ്റ് ഈസ് ഗിവൺ ഔട്ട്സൈഡ് ദ ട്രയൽ ബാലൻസ്. ഇൻ ദ കേസ് ബാഡ് ഡെപ്റ്റ് ഈസ് ഗിവൺ ഔട്ട്സൈഡ് ദ ട്രയൽ ബാലൻസ് ഇറ്റ് ഷുഡ് ബി ടേക്കൺ അറ്റ് two places, one in statement of profit and loss under the head of other expenses. Details are shown in the notes to account. The bad debt should also be deducted from debtors under the subhead trade receivables, which is shown under the head current asset in the balance sheet. ഇപ്പോൾ നമ്മളെ ബാഡ് ഡെപ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇൻ ഫൈനൽ അക്കൗണ്ടിൽ
രണ്ടാമത്തെ കേസാണ് വെൻ ബാഡ് ഡെപ്റ്റ് ഈസ് ഗിവൺ ഔട്ട്സൈഡ് ദ ട്രയൽ ബാലൻസ്. അതായത് ബാഡ് ഡെപ്റ്റ് ഇപ്പം ട്രയൽ ബാലൻസിൻ്റെ പുറത്ത് വന്നാൽ നമ്മളത് രണ്ട് സ്ഥലത്താണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ഒന്ന് അതർ എക്സ്പെൻസസിൻ്റെ ഹെഡിങ്സിലും അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിലാണ് യൂസ് ചെയ്യേണ്ടത്. അടുത്ത പോയിൻ്റാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്. A part of the debtors at the end of the year may be irrecoverable. This means that some of the debtors are doubtful. A doubtful debt is the debt which may or may not be recovered. It is the necessary to show every asset its true value. Hence, the enterprise, based on the past experiences, create a provision for doubtful debt to meet such a probable loss. In case it happens, the provision should be created during the current year itself, because the debtors relate to the current year. When a debt is irrecoverable in the financial statement of the joint stock company, the statement for profit and loss account debtor to provision for doubtful debts. ഇപ്പോൾ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാത്തതോ ആയ ഡെപ്റ്റാണ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. അതിലിപ്പോൾ എല്ലാ അസറ്റും തമ്മിലുള്ള റിയൽ വാല്യൂ കാണിക്കണം, അത് നിർബന്ധമാണ്. പിന്നെ അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ബേസ് ചെയ്തുള്ള എല്ലാ എൻ്റർപ്രൈസസും ഡൗട്ട്ഫുൾ ഡെപ്റ്റാണ്. ഇപ്പോൾ അഥവാ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് സംഭവിക്കുകയാണെങ്കിൽ അത് സംഭവിച്ചാൽ നേരിടാൻ വേണ്ടിയിട്ട് ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. അതാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. അതിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടാണ് അടുത്തത്. അതിൽ ഫസ്റ്റ് കേസ് പറഞ്ഞാൽ പ്രൊവിഷൻ അപ്പിയറിംഗ് ഇൻ ദ ട്രയൽ ബാലൻസ്. ദ പ്രൊവിഷൻ ഗിവൺ ഇൻ ദ ട്രയൽ ബാലൻസ് ഈസ് the provision created last year. It is deducted from other expenses in the notes of account taken at one. Alternatively, the bad debt of the current year and the new provision will be adjusted against the opening provision. The details are shown in the notes to account. It should be noted that when the provision for the bad and doubtful debt exists, the bad debts are not to be transferred to statement of profit and loss account. Instead, they are debited to provision account by passing the following entries. അതിൽ പറയുന്ന എൻട്രീസ് ആണ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ അപ്പിയറിംഗ് ഇൻ ദ ട്രയൽ ബാലൻസ് ആയിരുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ട്രയൽ ബാലൻസിൽ കാണുന്ന പ്രൊവിഷനാണത്. പിന്നെ ട്രയൽ ബാലൻസിൽ നൽകിയ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ആ ലാസ്റ്റ് ഇയറിൽ ക്രെഡിറ്റ് ചെയ്ത പ്രൊവിഷനാണ്. അടുത്തത് പറഞ്ഞാൽ പ്രൊവിഷൻ ഗിവൺ ഇൻ ദ അഡ്ജസ്റ്റ്മെൻറ്റ്. പ്രൊവിഷൻ ഗിവൺ അണ്ടർ ദ അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് ദ പ്രൊവിഷൻ ടു ബി ക്രിയേറ്റഡ് ഇൻ ദ കറണ്ട് ഇയർ. It should be taken at two places. First, it should be included in other expenses in the note to account to be shown in the statement of profit and loss account. Then it should be deducted from sundry debtors under the head trade receivables in the notes to account to be shown in the balance sheet. It is calculated at the given percentage of debtors. It should be noted that the provision is to be calculated on sundry debtors after deducting additional bad debts if any given in the adjustments. ഇതെന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷനുള്ള ടോട്ടൽ പ്രൊവിഷൻ ഇല്ലേ, അത് ബാലൻസ് ഷീറ്റിൻ്റെ അതർ കറണ്ട് അസറ്റ് എന്ന ഹെഡിങ്ങിൽ കാണിക്കണം. പിന്നെ അക്കൗണ്ടിലേക്കുള്ള നോട്ട്സിൻ്റെ ഒറിജിനൽ പ്രൈസിൽ നിന്ന് ഇത് ലെസ്സും ചെയ്യണം.